നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നീ പറഞ്ഞ കാര്യം ഞാൻ അക്ഷരം പ്രതി അനുസരിച്ചു കഴിഞ്ഞു. നിന്റെ ഉദ്ദേശവും നടന്നു. ഇനി നിനക്ക് ഈ ഡയറിയുടെ ആവശ്യമില്ലല്ലോ. അതിങ്ങ് തന്നേക്ക്. അതെങ്ങനെ ശരിയാവും? ഇപ്പൊ എന്റെ കയ്യിലുള്ള ആകെയുള്ള കച്ചിത്തുരുമ്പാ ഇത്. ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് തോന്നും നിങ്ങൾ എന്തോ വലിയ ആളാണെന്നും നിങ്ങൾ കഴിഞ്ഞേ ഇവിടെ മറ്റാരും ഉള്ളൂ എന്നും. അതൊരു അല്പത്തരമാണെന്ന് ഞങ്ങൾക്കൊക്കെ അറിയാം. നിങ്ങൾക്കിതുവരെ അത് മനസ്സിലായിട്ടില്ല. നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് താഴൂന്ന് കണ്ട അപ്പൊ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടും. അങ്ങനെ കാണിക്കുമ്പോ നിങ്ങളെ വലിഞ്ഞു മുറുക്കി കെട്ടി നിർത്താൻ എന്റെ കയ്യിലുള്ളൊരു തുറുപ്പ് ചീട്ട ഈ ഡയറി. ഇതെന്റെ കയ്യിൽ തന്നെ ഭദ്രമായിട്ടിരിക്കട്ടെ. ഒന്ന് തലപൊക്കി വരുമ്പോ ഇത് കൊണ്ടൊരു കൊട്ട്. അതോടെ നിങ്ങൾ അടങ്ങിക്കോളും. ഇനി മുതൽ നിങ്ങൾ എന്നോട് ചെയ്തതിനൊക്കെ ഞാൻ തിരികെ ചെയ്യാൻ പോവാ. അവന്തികയെ അർച്ചന പൂട്ടും, അടപടലം പൂട്ടും. നോക്കിക്കോ. അതൊക്കെ നിന്റെ തോന്നലാ മോളെ. ഈ ഡയറിയിലെ കുറെ പേപ്പറുകൾ വെച്ച് എന്നെ ആജീവനാന്തകാലം ബ്ലാക്ക്മെയിൽ ചെയ്യാനൊന്നും നിന്നെ കൊണ്ടാവില്ല. ആലോചിക്കാനുള്ള സമയം എനിക്ക് കുറച്ച് കിട്ടിയിരുന്നെങ്കിൽ എനിക്കിപ്പോ നിന്റെ ദയയ്ക്ക് വേണ്ടി കാത്തു നിൽക്കേണ്ടി വരില്ലായിരുന്നു. ഇതിപ്പോ എന്റെ നിലനിൽപ്പിന്റെ ഒരു പ്രശ്നമായിപ്പോയി. എനിക്കറിയാം ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടണമെന്ന്. അതുവരെ നീ ജയിച്ചു നിൽക്ക്. അത് കഴിഞ്ഞ് നമ്മളൊന്ന് ശരിക്ക് കാണുന്നുണ്ട്. സന്ദീപിന്റെ അനഘയുടെയും വിവാഹം മുടക്കിയ ഇങ്ങനെ വിളിക്കാന്നാ അന്ന് പറഞ്ഞത്. ഞാൻ വെറുതെ ഒന്ന് ടെസ്റ്റ് അടിച്ച് നോക്കിയെന്നേ ഉള്ളൂ. എന്റെ അനിയത്തിയോട് സ്നേഹത്തിന്റെ ഭാഷയിൽ എന്തോ സംസാരിച്ചെന്നൊക്കെ ഞാൻ അറിഞ്ഞു. നല്ല ഉദ്ദേശത്തോടെ അല്ലെന്നും എനിക്കറിയാം. അതിനി എന്തുദ്ദേശത്തോടെ ആയാലും ശരി, കളി അവളോട് വേണ്ട. ചില സമയത്ത് എന്നേക്കാളും വാശിയും ദേഷ്യവും ആദരിക്കും. ഞാൻ തരുന്ന പല സൗജന്യങ്ങളും അവള് തരുമെന്ന് കരുതരുത്. പിന്നെ അവളെ കയറി ഭരിക്കാനും പോണ്ട. കാരണം എന്റെ അനിയത്തി എന്നതിലുപരി നിങ്ങളെയും എന്നെയും പോലെ അവകാശമുള്ളവളാ ഇപ്പൊ ആതിരയും. അതായത് നെല്ലിശ്ശേരി സേതുമാധവന്റെ മരുമകൾ. മൂത്ത മരുമകൾക്ക് ഏറ്റവും ഇളയ മരുമകളോട് എന്തെങ്കിലും വിദ്വേഷം തോന്നിയ ഇടയ്ക്ക് ഒരു മരുമകൾ ഉണ്ടെന്നും കൂടി ഓർക്കണം. നല്ലോണം അറിയാലോ ഈ മരുമകളെ. അതുകൊണ്ട് അവളെ ഒരു തരത്തിലും ബുദ്ധിമുട്ടിക്കരുത്. ഇത് അനിയത്തി അനഘയോടും കൂടി ഒന്ന് പറഞ്ഞേക്കും. ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. എന്താണ്? ഏയ് ഒന്നുമില്ല. ആ, അങ്ങനെ ഒന്നുമില്ലാതൊന്നുമല്ല. എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട്. അതും സന്തോഷം തരുന്ന എന്തോ ഒന്ന്. സത്യം പറഞ്ഞാ അതെ.
ചെറിയ വലിയൊരു സന്തോഷമുണ്ട് എനിക്ക്. അത് കേൾക്കുമ്പോ സച്ചേട്ടന് സന്തോഷവും. എന്താ അത്? നമ്മുടെയും ഇവിടത്തെയും പ്രശ്നങ്ങൾ മുഴുവനും തീരാൻ പോവാ എന്ന് പറഞ്ഞ നാളെ സന്ദീപ് ഇവിടേക്ക് വരാൻ പോവാണെന്ന്. ശരിക്കും? അതെ, ശരിക്കും. ഇതെങ്ങനെ പറ്റി? സത്യം പറയണോ അതോ കള്ളം പറയണോ? താൻ സത്യം പറഞ്ഞാ മതി. എങ്കിൽ പറയാം. മാജിക്. മാജിക്കോ? അതെ, മാജിക്. എന്റെ അല്ല, ഈശ്വരന്റെ. താൻ എന്തൊക്കെയാ പറയുന്നേ? ഈശ്വരന്റെ മാജിക്കോ? ഒന്ന് തെളിച്ചു പറ. സന്ദീപ് നാളെ വരുമെന്ന് ആരാ തന്നോട് പറഞ്ഞത്? അവന്തിയെടുത്തി. അവന്തിയെടുത്തിയോ? ഞാൻ അവന്തിയെടുത്തിയോടെല്ലാം ഉള്ളതുപോലെ അങ്ങ് പറഞ്ഞു. ഞാൻ പറഞ്ഞതൊക്കെ ഏട്ടത്തിക്ക് അതേപടി മനസ്സിലായും തോന്നുന്നു. അപ്പൊ തന്നെ അച്ഛനോട് ഏട്ടത്തി പോയി സംസാരിച്ച് എല്ലാത്തിനും ഒരു തീരുമാനം ഉണ്ടാക്കി. ശരിക്കും? ഈശ്വര, പ്രാർത്ഥന കേട്ടു. അല്ല, താൻ എന്തൊക്കെ ഏട്ടത്തിയോട് പറഞ്ഞത്? അത് അറിയാനേ ഒരു കൗതുകം, അതാ. ഞാൻ കൂടുതലായി ഒന്നും പറഞ്ഞിട്ടില്ല. അവന്റെ അടുത്തേക്ക് അറിയാത്ത ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു, സന്ദീപിന്റെയും ആതിരയുടെയും. ഞാനത് പറഞ്ഞപ്പോ തന്നെ അവന്റെ അടുത്തേക്ക് കാര്യം മനസ്സിലാവുകയും ചെയ്തു. താൻ പറഞ്ഞതുപോലാണെങ്കിൽ നാളെ എല്ലാ പ്രശ്നങ്ങളും തീരും. സന്ദീപും ആതിരയും ഇനി മുതൽ സന്തോഷത്തോടെ ഒന്നിച്ച് താമസിക്കുമ്പോ തന്റെ വീട്ടിലെയും ഇവിടുത്തെയും പിണക്കമൊക്കെ മാറും. അച്ഛന്റെ ദേഷ്യം മാറി പഴയതുപോലെ ആവുകയും ചെയ്യും. അതെ സച്ചേട്ടാ, എല്ലാം അങ്ങനെ നല്ല രീതിയിൽ അവസാനിക്കണം തന്നെയാ എന്റെയും പ്രാർത്ഥന. അച്ഛനും വലിയ ആഗ്രഹമായിരുന്നിരിക്കണം സന്ദീപിനെ തിരിച്ചു വിളിക്കാൻ. ഞാൻ നിമിത്തമായെങ്കിലും അച്ഛന്റെ തീരുമാനം തന്നെയാ പ്രധാനം. എല്ലാം നാളത്തോടെ അവസാനിക്കും, എനിക്ക് ഉറപ്പാത്. അതെ, ഞാൻ 3ാമത്തെ തവണയെ നിങ്ങളെ ഭക്ഷണം കഴിക്കാൻ വിളിക്കുന്നത്. നിരാഹാരം കിടക്കാനാ ഉദ്ദേശിച്ചെങ്കിൽ അതൊന്ന് പറഞ്ഞ ബാക്കിയുള്ളവർക്ക് എന്തെങ്കിലും കഴിച്ച് കിടന്നുറങ്ങായിരുന്നു. ആവണിമോൾക്ക് എന്തെങ്കിലും കൊടുത്ത് നീയും കൂടെ കഴിച്ചിട്ട് കിടന്നുറങ്ങാൻ നോക്കും മീരെ. ഞങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങളെടുത്ത് കഴിച്ചോളാം. നിങ്ങൾ ഇങ്ങനെ ദുഃഖിച്ചിരിക്കുന്നതിന്റെ കാര്യം എത്ര ആലോചിച്ചിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല. അതിപ്പോ നിനക്ക് മനസ്സിലാവില്ല. ഇപ്പോഴെന്നല്ല, ഒരിക്കലും എനിക്ക് മനസ്സിലാവൂല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.